നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചിങ്ങം 1 അടുക്കുകയാണ്. പുതുവർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ രാശിക്കാർക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. 2025 ഉണ്ടായ ശനി വ്യാഴ മാറ്റങ്ങളൊപ്പം തന്നെ രാഹുവും കേതുവും രാശി മാറിയിരിക്കുകയാണ്. രാഹുവും കേതുവും ഒരു നിഴൽ ഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും അവരുടെ രാശിമാറ്റവും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും. ഇവിടെ ധനുരാശിക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു പുതുവർഷത്തിൽ രാഹുവും ശനിയും ഒരേ രാശിയിൽ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുവിന്റെ ആ ഒരു മാറ്റം, അല്ലെങ്കിൽ രാഹുവിന്റെയും കേതുവിന്റെയും ഈ ഒരു മാറ്റം ഈ പുതുവർഷത്തിൽ ധനുരാശിക്കാരെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ രാഹു 4-ൽ നിന്ന് 3-ലേക്കും കേതു 10-ാം ഭാവത്തിലേക്കുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലും തൊഴിൽ രംഗത്ത് നല്ല മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുക. സുഹൃത്ബന്ധങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ ഒരു ഉരസലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മനസ്സിന് നിയന്ത്രണം കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ശനിയും ഒരു നല്ല ഒരു സ്ഥാനത്ത് നിന്ന് ഒരു രാശിമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ അതിൻ്റെതായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും നമുക്ക് ഉണ്ടാവുന്നതാണ്. എന്നിരുന്നാലും ഇതിനെല്ലാം റിക്കവർ ചെയ്യാനായിട്ട് വ്യാഴം 7-ാം ഭാവത്തിൽ വളരെയധികം പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും 2025 ഓഗസ്റ്റ് 17 ഉണ്ടാകുന്ന ഈ ഒരു പുതുവർഷ ഫലം വ്യാഴത്തിന്റെ രാശിമാറ്റം ആ ഒരു 2026 ചിങ്ങത്തിന് മുമ്പായി തന്നെ നടക്കുന്നത് കൊണ്ട് തന്നെ വ്യാഴത്തെ നമുക്കൊരു സ്ഥിരമായി നിൽക്കുന്ന ഒരു അനുകൂല ഗ്രഹമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. ശനി 2.5 വർഷ കാലമെടുത്താണ് ഒരു രാശി മാറുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശനി 2.5 വർഷക്കാലമുണ്ട്. അപ്പോൾ അടുത്ത ചിങ്ങത്തിന് മുമ്പ് വ്യാഴവും രാശി മാറുന്നു. അത് അഷ്ടമഭാവത്തിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തേക്ക് നമുക്ക് കുറച്ച് മോശ സമയം വരുമെന്ന കണക്ക് കൂടി തന്നെ ഇപ്പോൾ തന്നെ ജീവിത ശൈലിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. ഇല്ലെങ്കിൽ നമുക്ക് 8-ാം ഭാവത്തിലേക്ക് വരുന്ന ഒരു വ്യാഴത്തിന്റെ ഇമ്പാക്റ്റ് മൂലം പല ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികമൊക്കെ തന്നെ അതിനെ ചെലവഴിക്കാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യവും ചെയ്യുക. കൂടുതൽ ആത്മീയ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ശാരീരിക മാനസികമായിട്ടൊക്കെ കുറച്ച് നല്ല രീതിയിലൊക്കെ മെഡിറ്റേഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഒന്നും വരാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമവും വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിലൊക്കെ ദർശനം നടത്തി നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും വഴിപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും. രാഹുവിന് ഓം രാഹവേ നമ എന്നൊരു മന്ത്രം കൂടി നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്.